നമസ്കാരം. ബാങ്ക് ഇടപാടിൽ യുഎയിലെ പ്രവാസികളെ ആശങ്കപ്പെടുത്തിയ ആ തീരുമാനത്തിന് താൽക്കാലിക ആശ്വാസം. ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് 5000 ദിർഹമാക്കാനുള്ള തീരുമാനം സ്വീകരിച്ചിരുന്നു. ഈ തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചു. യുഎഇ സെൻട്രൽ ബാങ്ക് നിർദ്ദേശപ്രകാരമാണ് നടപടി. ചില ബാങ്കുകൾ മിനിമം ബാലൻസ് പരിധി 5000 ദിർഹമായി ഉയർത്താൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിനിമം ബാലൻസ് പരിധിയിലെ വർധനവ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുക ഉയർത്തരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കൗണ്ടിൽ ചുരുങ്ങിയത് 5000 ദിർഹം നിലനിർത്താൻ കഴിയാത്ത ഉപയോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ചില ബാങ്കുകൾ തീരുമാനമെടുത്തിരുന്നു. അക്കൗണ്ടിൽ ചുരുങ്ങിയത് 5000 ദിർഹം നിലനിർത്താൻ കഴിയാത്തവരിൽ നിന്ന് 25 ദിർഹമോ അതിലധികമോ ഫീസ് ഈടാക്കാൻ ജൂൺ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം തന്നെ 20,000 ദിർഹത്തിലധികം അക്കൗണ്ടിൽ ഉള്ളവർക്കും 15,000 ദിർഹത്തോളം മാസശമ്പളം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കും 5,000 ദിർഹത്തിനും 14,999 ദിർഹത്തിനും ഇടയിൽ ശമ്പളമുള്ളവർക്കും ക്രെഡിറ്റ് കാർഡ്, വ്യക്തിഗത ലോൺ, ഓവർഡ്രാഫ്റ്റ് തുടങ്ങിയവ നിലവിലുണ്ടെങ്കിലും ഈ ഫീസ് ഒഴിവാക്കപ്പെടുമെന്നും അറിയിച്ചിരുന്നു. മെച്ചപ്പെട്ട ശമ്പളമുള്ളവരാണെങ്കിൽ പോലും സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് 5,000 ദിർഹം മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക എന്നത് പ്രായോഗികമായ കാര്യമായിരുന്നില്ല. ഇതോടെ നിരവധി പ്രവാസികൾ ആശങ്കയിലായിരുന്നു. അതിനാൽ തന്നെ ഈ തീരുമാനം പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നത് കൂടിയാണ്.